ചോദ്യം: നവീനാശയക്കാരിൽ ചിലർ നിസ്കാരത്തിന്റെ ഫർളുകൾ കുറക്കുകയും കൂട്ടുകയും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ? ശരിയാണെങ്കിൽ അവരെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ഉത്തരം: നിസ്കാരത്തിന്റെ ഫർളുകളുടെ എണ്ണത്തിൽ കേരളത്തിലെ നവീനാശയക്കാർ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ വിഭാഗം 1983 അംഗീകരിച്ച് പുറത്തിറക്കിയ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന പുസ്തകത്തിൽ പേജ് 33 നിസ്കാരത്തിന് 10 ഫർളുകളെ എണ്ണിപ്പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് 1985 ഇതേ വിഭാഗത്തിൽ മദ്രസിലെ 3-ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ഇസ്ലാമിക കർമ്മശാസ്ത്രം 1-ാം ഭാഗം എന്ന കൃതിയിൽ പേജ് 28 നിസ്കാരത്തിൻ്റെ ഫർളുകൾ 9 ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ചില തിരുത്തലുകൾ നൽകിയെങ്കിലും മുസ്ലിം പണ്ഡിത ലോകം അംഗീകരിക്കുന്ന സർവസമ്മതമായ ഒരു വീക്ഷണത്തിലേക്ക് ഇനിയും ഇവർ എത്തിച്ചേർന്നിട്ടില്ല. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ നിസ്കാരം സാധുവാകുകയില്ല. ആ നിലക്ക് ഫർളുകൾ ഒഴിവാക്കിയ കാരണത്താൽ നിസ്കാരം നഷ്ടപ്പെട്ടവരോട് തുടർന്നാൽ തുടർന്നവരുടെ നിസ്കാരവും സാധുവാകുകയില്ലല്ലോ. അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ചോദ്യം: മറവി സംഭവിച്ചിരിക്കുന്നു എന്ന ധാരണയിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്ത ഒരാൾക്ക് സലാം വീട്ടിയ ശേഷം മറവിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യമായി എങ്കിൽ നിസ്കാരത്തിനെന്തെങ്കിലും തകരാറുണ്ടാകുമോ? ഉത്തരം: സുജൂദ് ചെയ്തത് മനഃപൂർവ്വം ആണെങ്കിൽ അത് നിസ്കാരത്തെ അസാധുവാക്കും. എങ്കിലും മറവി കാരണം ചെയ്ത ഈ സുജൂദിന് വേണ്ടി പ്രായശ്ചിത്തമായി സമയം ദീർഘമായിട്ടില്ലെങ്കിൽ വീണ്ടും സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ചോദ്യം: ഭൂവുടമയിൽ നിന്ന് കള്ളക്കേസ് മുഖേന കിട്ടിയ ഭൂമിയിൽ വെച്ച് നിസ്കരിച്ചാൽ അത് സഹീഹാകുകയില്ലെന്ന് ഒരഭിപ്രായം കേട്ടു. ശരിയാണോ? ഉത്തരം: പിടിച്ചു വാങ്ങിയ ഭൂമിയിൽ നിസ്കരിക്കൽ ഹറാമാണ്. നിസ്കാരം സ്വീകാര്യമാവും, പക്ഷേ പുണ്യം ലഭിക്കുകയില്ല. ചോദ്യം: ഇസ്ലാമിക ചര്യകളൊന്നും യഥാവിധം നിർവഹിക്കാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ അടുത്ത കാലത്തായി ഇസ്ലാമിക ചിട്ടയിൽ തന്നെ ജീവിക്കണം എന്ന വാശിയിൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. മുമ്പ് ചെയ്യാൻ കഴിയാതിരുന്ന ഫർളുകൾ ഇവന് പൊറുക്കപ്പെടുമോ? അവൻ ആ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടണോ? ഉത്തരം: അകാരണമായി നിസ്കാരം ഖളാ ആക്കിയ ആൾ അവയെല്ലാം വേഗം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ജീവിതത്തിന് അത്യന്താപേക്ഷിതമല്ലാത്ത സർവ്വസമയവും അവൻ ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണം. ഇത്തരക്കാർ സുന്നത്തും ഫർള് കിഫായ കാര്യങ്ങളും നിർവഹിക്കാൻ സമയം ചെലവാക്കാതെ ഖളാ വീട്ടുകയാണ് വേണ്ടത്. ചോദ്യം: ജീവിതത്തിന് അത്യന്താപേക്ഷിതമല്ലാത്ത സർവ്വസമയങ്ങളും ഖളാ വീട്ടാനായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. ജോലിക്കൊന്നും പോവാതെ ഖളാ വീട്ടുകയാണോ വേണ്ടത്? ഉത്തരം: അത്യന്താപേക്ഷിതമായ സമയങ്ങൾ എന്നതുകൊണ്ട് ചെലവ് നൽകൽ നിർബന്ധമായവരുടെ ചെലവിനുള്ളത് സമ്പാദിക്കുക, ഉറങ്ങുക പോലുള്ള കാര്യങ്ങളാണ്. അതിനാൽ ജോലി ചെയ്യാതെ കുടുംബം പോറ്റാൻ മറ്റു നിർവാഹമില്ലാത്ത ആൾ ജോലിക്ക് പോകണം. ആവശ്യകാര്യങ്ങൾ ഒഴിച്ച് ബാക്കി സമയമാണ് ഖളാ വീട്ടാൻ ഉപയോഗിക്കേണ്ടത്. ചോദ്യം: ഇന്ന് നിസ്കാരം ഖളാ ആയ ആൾ ഇന്നത്തെ ഖളാ നിസ്കാരം എന്നതിന് പകരം ഇന്നലത്തെ ഖളാ ആയ നിസ്കാരം എന്ന് നിയത്ത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ? ഖളാ വീടുമോ? ഉത്തരം: നിസ്കാരം ബാത്തിലാവുകയില്ല, ഖളാ വീടുകയും ചെയ്യും. കാരണം നിയത്തിൽ ദിവസം പ്രത്യേകം നിജപ്പെടുത്തൽ നിർബന്ധമില്ല. നിജപ്പെടുത്തിയത് പിഴച്ചാലും വിരോധമില്ല. ചോദ്യം: നിസ്കാരത്തിൽ നിറുത്തം 3-ാമത്തെ ഫർളായിട്ടാണ് പഠിപ്പിച്ചു വരുന്നത്. എന്നാൽ നിറുത്തം നേരത്തെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ തർത്തീബ് നഷ്ടമാവുന്നുണ്ടല്ലോ. വിശദീകരിച്ചാലും. ഉത്തരം: നിയത്തിനും തക്ബീറിനും ശേഷം മാത്രമാണ് നിറുത്തം ഫർള് എന്ന നിലയിൽ സാധുവാകുന്നത്. തക്ബീർ നിറുത്തത്തിൽ തന്നെ സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് തക്ബീറിൻ്റെ മുമ്പ് തന്നെ നിൽക്കുന്നത്. ഫർള് നിസ്കാരത്തിൽ മാത്രമേ നിറുത്തം ഫർളാകുന്നുള്ളൂ എന്നതിനാലാണ് ഇതിനെ എണ്ണത്തിൽ 3-ാമതാക്കിയത്. അതേസമയം നിയത്തും തക്ബീറും എല്ലാ നിസ്കാരത്തിലും ഫർളാണല്ലോ. നിയത്ത്, തക്ബീർ, ഖിയാമ് എന്നീ ഫർളുകൾ അല്ലാത്തവയിലാണ് തർത്തീബ് നിർബന്ധമാണെന്ന് പറഞ്ഞതെന്ന് ഷർവാനിയിൽ കാണാം. ചോദ്യം: ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്യലേ എന്ന് അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം നബിക്കാണ് മുഹമ്മദ് നബിയേക്കാൾ അള്ളാഹു ഗുണം ചെയ്തത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമോ? ഉത്തരം: ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി പറയുന്നു, പല മറുപടികളും ഉപരിരക്ത സംശയത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് ഇപ്രകാരമാണ്: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഗുണവും പുണ്യവും നൽകി എന്നതിൽ മാത്രമാണ് സാമ്യത, അളവിലല്ല. കമാ സൊല്ലൈത്ത എന്ന പദത്തിലെ കാഫ് സാമ്യത കുറിക്കുന്നതല്ല.
കാരണം കുറിക്കുന്നതാണ്. അല്ലെങ്കിൽ സാമ്യത മുഹമ്മദ് നബിയുടെ കുടുംബത്തെ അപേക്ഷിച്ച് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപേക്ഷിച്ചല്ല. നബിയും കുടുംബവും ഉൾപ്പെടുന്ന സമൂഹത്തെയാണ് സാമ്യതപ്പെടുത്തുന്നതെന്ന മറ്റൊരഭിപ്രായവും നിലവിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ധാരാളം അമ്പിയാക്കൾ ഉൾപ്പെടുമല്ലോ. സുപ്രസിദ്ധമായ ഒന്നിനോട് പ്രസിദ്ധമല്ലാത്ത മറ്റൊന്നിനെ സാമ്യപ്പെടുത്തുന്ന ഗണത്തിൽപ്പെട്ടതാണിത്. ഇമാം റംലിയുടെ വാക്കുകൾ. ഈ ആശയപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളായ അമ്പിയാക്കളല്ലാത്തവരെ അമ്പിയാക്കളോട് സാമ്യപ്പെടുത്തലാകില്ലേ എന്ന ആശങ്കയ്ക്ക് അവകാശമില്ല. കാരണം ആ സാമ്യത മുഹമ്മദ് നബിയോട് ചേർത്ത് പറയുന്നതായതുകൊണ്ട് അതിൽ പന്തികേടില്ല. ചോദ്യം: മസ്ബൂക്കിന് തുടർന്ന റക്അത്ത് അല്ലാത്തവയിൽ ഫാത്തിഹ നിർബന്ധമില്ലാതാകുന്ന അവസ്ഥയുണ്ടോ? ഉത്തരം: ഒന്നാം റക്അത്തിൻ്റെ റുക്ഊ, സുജൂദ് തുടങ്ങിയവയിൽ ഇമാമിനോടൊപ്പമുണ്ടായിരുന്ന മഅ്മൂം മന്ദഗതിക്കാരനായതുകൊണ്ടോ ഇമാം വേഗത കൂട്ടിയതുകൊണ്ടോ രണ്ടാം റക്അത്തിലെത്തിയപ്പോഴേക്കും ഇമാം റുക്ഊഇലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മസ്ബൂക്ക് എന്ന അടിസ്ഥാനത്തിൽ മഅ്മൂമിന് ഫാത്തിഹ നിർബന്ധമില്ലാതാവുകയും ഇമാം മഅ്മൂമിൻ്റെ ഫാത്തിഹ വഹിക്കുകയും ചെയ്യുന്നതാണ്. ചോദ്യം: കട്ടിൽ പോലെയുള്ള ഉയർന്ന സ്ഥലത്ത് നിസ്കരിക്കുന്നവരോട് താഴെയുള്ളവർക്ക് തുടർന്ന് നിസ്കരിക്കാമോ? ഉത്തരം: തുടർന്ന് നിസ്കരിക്കാം. പക്ഷേ ഒഴിവാക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ്.